ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഇവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഇനി പ്രധാന വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വൻ അട്ടിമറിയെന്ന് UDF. LDF ആരോപണം പരാജയം മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെന്നും നേതാക്കൾ. BJP 5 വർഷം ഭരിച്ചാൽ ഇന്ത്യയാകെ സൊമാലിയയാകുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. BJPക്ക് UDFുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറക്കാമെന്നും പരിഹാസം. ദളിതരെ അപമാനിക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന പ്രവണത രാഷ്ട്രീയ പാർട്ടികൾ അവസാനിപ്പിക്കണമെന്ന് AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി. വിശദമായ വാർത്തകളിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറികൾ സംഭവിക്കാനിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണെന്ന് UDF നേതൃത്വം. വോട്ട് കച്ചവടവും BJP ബന്ധവും CPM ആരോപിക്കുന്നത് ഈ വലിയ പരാജയം മുന്നിൽ കണ്ടിട്ടാണെന്നും നേതാക്കൾ പറഞ്ഞു. കുറ്റ്യാടി, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിൽ UDF BJPയുമായി ധാരണയുണ്ടാക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം LDF ആരോപിച്ചത്. ഈ 2 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ അവസാന പ്രതീക്ഷയും കൈവിട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന നേതാക്കളിൽ നിന്നുണ്ടായതെന്ന് UDF ജില്ലാ ചെയർമാൻ P. ശങ്കരൻ പറഞ്ഞു. BJPയുമായി ധാരണയുള്ളത് LDFിനാണ്. ഇതിന്റെ കണക്കുകൾ നേരത്തെ UDF വിശദീകരിച്ചിട്ടുണ്ട്. 2 തവണ മത്സരിച്ചവർക്കൊക്കെ LDF ജില്ലയിൽ സീറ്റ് നൽകിയപ്പോഴും എളമരം കരീമിനെ തഴഞ്ഞതിന്റെ മോഹഭംഗത്തിലാണ് അദ്ദേഹം തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് KC അബു പറഞ്ഞു. 2 മാസം മുമ്പ് മലബാർ ജ്വല്ലറിക്കാരുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ കരീമിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്വാഗതം പറഞ്ഞ ആളും അധ്യക്ഷൻ പറഞ്ഞ ആളും ഒക്കെ പറഞ്ഞു, ഭാവി മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്, അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പോകുന്നയാളാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അതെല്ലാം കേട്ട് ആത്മനിർവൃതിയോടുകൂടി എൻ്റെ അടുത്ത കരീം ഇരുന്നത് ഞാനിപ്പോൾ ഓർമ്മിക്കാം. ആരും തന്നെ സ്വാഗതം പറഞ്ഞവരോ അധ്യക്ഷ പ്രസംഗം നടത്തിയവരോ ഒരാൾ പോലും KC അബു ഒരു MLA ആകുന്നു പോലും പറഞ്ഞില്ല. കരീം മന്ത്രിയാകും, അങ്ങനെ പലതും ആകും എന്നൊക്കെ പറഞ്ഞാലും എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ മന്ത്രിയാവാത്തത്, അപ്പോൾ 2 കാലിൽ മന്തുള്ള ഒരാൾ, ഒരു കാലിൽ ചെറിയ ഒരു നീരുള്ള എന്നെക്കുറിച്ച് കരീം ഇങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെ മന്ത്രിയാവുമെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു ആ മുഖത്ത്. കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥി വ്യവസായിയാണെന്ന് പറയുന്ന LDFകാർ ബേപ്പൂരിലെയും കൊടുവള്ളിയിലെയും താനൂരിലെയും തിരൂരങ്ങാടിയിലെയുമൊക്കെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല, V. കുഞ്ഞാലി, NV ബാബുരാജ്, KP രാജൻ, KK ചന്ദ്രഹാസൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ദളിതരെ അപമാനിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി. ജിഷയുടെ മരണം CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജിഷയുടെ ഘാതകരെ കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിനകത്തും പുറത്തും ദളിത് സമൂഹത്തിന് നേരെ ജാതീയമായും ശാരീരികമായും നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അംബേദ്കർ ജനപരിഷത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ജിഷയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. ജിഷയുടെയും കലാഭവൻ മണിയുടെയും മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 8-ന് രാജ്ഭവന് മുന്നിൽ കൂട്ടോപവാസം നടത്തുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാംദാസ് വേങ്ങേരി പറഞ്ഞു. ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത് ആ കുട്ടിയെ നമുക്കിവിടെ വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ പൊത്തി നിറക്കിയിട്ട് ഒരു ഈച്ചന പോലും നമ്മുടെ CBIക്കാളും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന കേരള പോലീസിന് കഴിയാത്തത് തന്നെ നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്.
രാജേഷ് കുമാർ മുഗവൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TV ബാലൻ പുല്ലാളൂർ, ചന്ദ്രിക അജേഷ്, ദാസ് കോഴഞ്ചേരി, സുരേഷ് കുറുവട്ടൂർ, ഭാസ്കരൻ പുളിക്കൽ, അഭിലാഷ് ബദിരൂർ, രാമൻ കുറിയേടം, പ്രിയ കടങ്ങൽ, ശാരദ ശ്രീധർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BJP 5 വർഷം തികച്ചു ഭരിച്ചാൽ രാജ്യം സൊമാലിയ പോലെയാവുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ BJPക്ക് UDF-മായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉഴവൂർ വിജയൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ BJPയുടെ അവസ്ഥ സോമാലിയ പോലെയാവുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. 5 വർഷം BJP ഇന്ത്യ ഭരിച്ചാൽ രാജ്യത്തിന്റെ അവസ്ഥ സോമാലിയയുടേതുപോലെയാകും. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടിയെന്നും ഉഴവൂർ വിജയൻ പരിഹസിച്ചു. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPക്ക് ബോധ്യപ്പെടും BJPയുടെ സ്ഥിതിയാണോ സോമാലിയയിലെ സ്ഥിതിയാണോ അതേ കേരളത്തിൻ്റെ ആണോ എന്നുള്ള വിവരം അത് അവർക്ക് ബോധ്യപ്പെട്ടുകൊള്ളുമെന്നുള്ളതാണ്. പിന്നെ 5 വർഷം BJP ഇന്ത്യ ഭരിച്ചാൽ ഇന്ത്യയുടെ അവസ്ഥയും ചിലപ്പോൾ സോമാലിയയുടെ അവസ്ഥയാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പം കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ് BJP കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അക്കൗണ്ട് തുറക്കണം എന്ന് പറഞ്ഞ പോലെ. അതിലിപ്പോൾ ഉമ്മൻചാണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അവരുമായിട്ട് തയ്യാറായി. ഈയിടെ ജോയിൻ്റ് അക്കൗണ്ട് ആയാൽ എന്താണ് കുഴപ്പം? ഒരു വട്ടം കൂടി UDF എന്ന് പറയുന്നവർക്ക് 140 വട്ടപൂജ്യം ലഭിക്കും. LDFിനോട് നിരന്തര ചോദ്യങ്ങളുമായി ഇറങ്ങിയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. NCP നേതാക്കളായ അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, ജോബ് കാട്ടൂർ, ബേബി വാസൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിന്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് പൂർത്തിയായി. റിട്ടേണിംഗ് ഓഫീസർ C ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന കമ്മീഷനിംഗിൽ മണ്ഡലത്തിലെ 131 ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീൻ സംവിധാനമാണ് സജ്ജമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് ആണ് ജില്ലയിൽ പുരോഗമിക്കുന്നത്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. റിട്ടേണിംഗ് ഓഫീസർ C ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയായത്. സൗത്ത് മണ്ഡലത്തിലെ 131 ബൂത്തുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗിന്റെ സമഗ്രമായ നടത്തിപ്പിന് ജനറൽ ഒബ്സർവർ N ചന്ദ്രശേഖരൻ പ്രത്യേക പരിശോധനകൾ നടത്തി. വിവിധ ഘട്ടങ്ങളാണ് കമ്മീഷനിംഗിനായി പൂർത്തിയാക്കേണ്ടത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന് ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും പ്രവർത്തനങ്ങളാണ് ആദ്യം ക്രമീകരിക്കുക. 3 റിട്ടേണിംഗ് ഓഫീസർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാരുടെയും നേതൃത്വത്തിലാണ് ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേര്, ചിത്രം, ചിഹ്നം എന്നിവ ഉൾപ്പെടുത്തി സീൽ ചെയ്യുന്നത്. വോട്ടിംഗ് സമഗ്രമാണോ എന്ന് പരിശോധിക്കാനും പ്രത്യേക നടപടികളുണ്ട്. വോട്ടിംഗ് മെഷീനിലുള്ള കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും സീൽ ചെയ്ത് കമ്മീഷൻ ചെയ്യുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇതിനായിട്ട് അസൈൻ ചെയ്ത ഓരോ ടേബിളിലേക്കും ഏതൊക്കെ മെഷീനുകളാണോ ഉപയോഗിക്കേണ്ടത് ആ കൺട്രോൾ യൂണിറ്റിൻ്റെയും ബാലറ്റ് യൂണിറ്റിൻ്റെയും നമ്പറുകൾ അസൈൻ ചെയ്യുകയും ഓരോ യൂണിറ്റായിട്ട് ഈ 2 യൂണിറ്റുകളും കമ്മീഷൻ ചെയ്യുന്ന പ്രവർത്തനമാണ് ഓരോ ടേബിളിലും നടക്കുന്നത്. 13 ടേബിളുകളാണ് ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീൻ സംവിധാനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ARO C സഞ്ജീവ്, റിട്ടേണിംഗ് ഓഫീസർ, സ്റ്റാഫുകൾ എന്നിവരാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് പൂർത്തിയാക്കി സീൽ ചെയ്ത് ക്രമീകരിച്ച് അതാത് ബൂത്തുകളിൽ മെയ് 15 രാവിലെയാണ് എത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയും മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. എല്ലാരും അറിഞ്ഞില്ലേ,
മെയ് 16-ാം തീയതി തിങ്കളാഴ്ച നമ്മളെ ജനാധിപത്യത്തിന്റെ ഉത്സവ, നമ്മളെ തെരഞ്ഞെടുപ്പ്. നമ്മൾ വോട്ട് ചെയ്യാൻ പോണുണ്ട്. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോണേ. വോട്ട് നമ്മളെ അവകാശമല്ലേ, അന്നപ്പോ എല്ലാവരും അത് ഉപയോഗിക്കുക, വോട്ട് ചെയ്യണം. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. വാർത്തകൾ തുടരുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളെയും ടയറുകളെയും ഉപയോഗപ്രദമായ രീതിയിൽ പുനരാവിഷ്കരിക്കുകയാണ് JCI കാലിക്കറ്റ്. സംഘടനയുടെ നേതൃത്വത്തിൽ വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കുകയാണ് ഇവർ. ഉപയോഗം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നവരാണ് നമ്മളിൽ പലരും. ഇങ്ങനെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് നഗരത്തിൽ ഇന്ന് കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ സംസ്കരിച്ച് ഉപയോഗപ്രദമാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് മാലിന്യം ഇത്തരത്തിൽ നിയന്ത്രണാതീതമായതിന്റെ പ്രധാന കാരണം. എന്നാൽ ഈ ചിന്തകൾക്ക് മാറ്റം വരുത്തി പുതിയ ആശയം സമൂഹത്തിന് പകർന്നു നൽകുകയാണ് JCI കാലിക്കറ്റ്. പലപ്പോഴും വലിച്ചെറിയപ്പെടുന്നതും വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും ശേഖരിക്കുന്നതുമായ പ്ലാസ്റ്റിക് കുപ്പികളും ടയറുകളും ഉപയോഗിച്ച് ഒരു ബസ് സ്റ്റോപ്പ് യാഥാർത്ഥ്യമാക്കുകയാണ് സംഘടന. പഴയ കോർപ്പറേഷൻ ഓഫീസിനടുത്താണ് പുത്തൻ ആശയങ്ങളും പ്രകൃതിദത്ത രീതിയിലുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം. യാത്രികർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലും പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെയുമാണ് ബസ് സ്റ്റോപ്പിന്റെ രൂപഘടനയെന്ന് JCI കാലിക്കറ്റ് പ്രസിഡന്റ് അയന ടാംടൺ പറയുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയെ ഹാം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി ഒരു ഫലപ്രദമായ ഒരു സംരംഭത്തെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴാണ് ഈ ബസ് സ്റ്റോപ്പ് നമ്മുടെ മുന്നിൽ വന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് തികച്ചും പ്രകൃതിയെ ബുദ്ധിമുട്ടിലാക്കുന്ന ടയറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്. 500ഓളം ടയറുകൾ, 1000ൽ പരം കുപ്പികൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നത്. ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണത്തിന് 1000 പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ 500 ടയറുകളും ഉപയോഗിക്കുന്നുണ്ട്. 2005-ലാണ് JCI കാലിക്കറ്റ് ഈ പ്രദേശത്ത് ബസ് സ്റ്റോപ്പ് യാഥാർത്ഥ്യമാക്കിയത്. പുനരുദ്ധാരണ പ്രവൃത്തിയോടനുബന്ധിച്ച് പ്രകൃതിക്ക് ഭംഗം വരാതെ നൂതനാശയം കൊണ്ടുവരാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. ആദ്യമൊക്കെ ശ്രമം അല്പം പരാജയമായിരുന്നെങ്കിലും കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടു. പഴയ ബസ് സ്റ്റോപ്പിന്റെ കല്ലുകൾ തന്നെയാണ് നവീകരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ ഉപയോഗിക്കുന്നത്. മുളയിൽ തീർക്കുന്ന സോളാർ ലൈറ്റുകൾ, ടയറുകളിൽ മനോഹരമായി തയ്യാറാക്കുന്ന പൂച്ചെടികളും ബസ് സ്റ്റോപ്പിനെ കൂടുതൽ മനോഹരമാക്കും. മെയ് 14-നാണ് യാത്രികർക്ക് തണലൊഴുക്കുന്ന ഈ ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇവർ എങ്ങനെ വോട്ട് ചെയ്യും? തിരഞ്ഞെടുപ്പ് ചൂട് കത്തിക്കയറുമ്പോൾ വിലപ്പെട്ട ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നേതാക്കളും അണികളും. എന്നാൽ തെരുവോരത്ത് വോട്ട് അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. അവരിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ശ്രീകൃപയുടെ റിപ്പോർട്ടിലേക്ക്. പരിചയപ്പെടുത്താൻ വീടില്ല, വിലാസമില്ല, സ്ഥിരമായി ജോലിയില്ല. തെരുവിലെ മക്കൾ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്? എല്ലാവർക്കും വോട്ടുറപ്പിക്കാൻ നെട്ടോട്ടമോടുന്ന ഭരണാധികാരികളോടും രാഷ്ട്രീയ പാർട്ടികളോടുമാണ് ഈ ചോദ്യം. ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിലും സമ്മതിദാനം വിനിയോഗിക്കാനുള്ള ഒരു രേഖയും സുബ്രഹ്മണ്യന്റെ കൈവശമില്ല. തെരുവോരമാണ് മേൽവിലാസം. ചിലപ്പോൾ പാളയം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, അതുമല്ലെങ്കിൽ മറ്റു വല്ലിടം. അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ രേഖയുമില്ല. വോട്ട് ഞാൻ അവരൊക്കെ ചെയ്തതാ. അല്ലേ കാർഡില്ലേ, ഇതിൻ്റെ അടുക്ക് കാർഡ് ഇപ്പോൾ അടുത്ത ഇല്ല കാർഡായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊന്നും ആദ്യത്തേനൊന്നും കാർഡില്ല. ഞാൻ അതെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അപ്പം പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസം മറ്റേ ഇയാൾ ചോദിച്ചില്ലേ, അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ഞാൻ വോട്ട് ഇപ്പോൾ ഉണ്ടായിട്ടിപ്പോൾ എന്താ കാര്യം? നമ്മൾ തന്നെ എവിടെ ആയിട്ടില്ല. എല്ലാവരും ഉന്നതിയിൽ MLA മന്ത്രിയൊക്കെ ആകുമ്പോൾ നമ്മളത്രയും കാലമായിട്ട് ഇതിൻ്റെ വയ്യൊക്കെ നടക്കണമെന്നാ. ശാരീരികമായി ശേഷിയില്ലാത്തവരും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരും തെരുവിൽ നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നത് പതിവാണ്. ഇവരും വോട്ടവകാശമുള്ള പൗരന്മാരാണെന്ന കാര്യം പലരും മറക്കുകയാണ്. ഇവർക്ക് വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തുന്ന അഡ്വക്കേറ്റ് M. രാജൻ. ഒരു മനുഷ്യൻ ഒന്നുമില്ലാതൊരു രൂപത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അവരെങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? ഐഡൻറ്റിറ്റി ഒരു കാർഡില്ല അവർക്ക്. എന്നാലും അതെങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു ചർച്ച ആവശ്യമാണ്. ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവരെയും വൃദ്ധജനങ്ങളെയും പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തെരുവിൽ കഴിയുന്ന ഇവരെയും തേടിയെത്താറുണ്ട്. എന്നാൽ തിരിച്ചറിയൽ രേഖകളില്ലാത്തതിനാൽ ഇത്തരക്കാരെ വോട്ട് ചെയ്യിക്കുക ബുദ്ധിമുട്ടാണെന്നാണ് CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ പറയുന്നത്. വോട്ടവകാശം മാത്രമല്ല, അവരുടെ ദൈനംദിന ജീവിതം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 18 വയസ്സ് തികഞ്ഞ എല്ലാവരെയും സമ്മതിദാനത്തിന് പ്രേരിപ്പിക്കാൻ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാണ്. തിരിച്ചറിയൽ രേഖകളില്ലാത്തതിനാൽ തെരുവോരത്തെ വോട്ട് പലപ്പോഴും പാഴായി പോവുകയാണ്. ഇതൊരു കോഴിക്കോടിന്റെ മാത്രം പ്രശ്നമല്ല. ഇവർക്ക് വോട്ടവകാശം നേടിക്കൊടുക്കാൻ ഭരണകൂടം ബാധ്യസ്ഥരാണ്. ഇവരുടെ വോട്ടും വിലപ്പെട്ടതാണ്. ഇവരും ജനാധിപത്യ വിശ്വാസികളാണ്.
ക്യാമറാമാൻ ഹുദീഷിനോടൊപ്പം ശ്രീകൃപ. ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ ഇടതു വലത് വ്യത്യാസമില്ലാതെ യഥാർത്ഥ ജനാധിപത്യത്തിനായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്ത് വരണമെന്ന് കൊടുവള്ളി മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി KT അബ്ദുൾ റസാഖ്. ഇടതു വലത് രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് മനമടുത്ത സാഹചര്യത്തിൽ സ്വതന്ത്രന്മാർക്കാണ് സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥമായ ജനാധിപത്യം വളർത്തിക്കൊണ്ടുവരുന്നതിന് സ്വതന്ത്രമായ ഒരു ജനാധിപത്യം വരണമെന്നും അതിനായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്ത് വരണമെന്നും KT അബ്ദുൾ റസാഖ് പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വെറും അപരന്മാരോ മറ്റുള്ളവർക്ക് പാരകളോ അല്ല. മാറ്റത്തിനായി കാത്തിരിക്കുന്ന ജനാധിപത്യമാണ് ഇന്നുള്ളത്. ഈ വസ്തുത ഉൾക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും LDF, UDF, BJP നോട്ടമില്ലാതെ സ്വതന്ത്രന്മാർ എന്ന വേർതിരിവില്ലാതെ നല്ല വ്യക്തികളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 18ന്റെ ചുറുചുറുക്കോടെ തന്റെ അവകാശത്തിനായി കാത്തിരിക്കുകയാണ് ജാനകി പണിക്കത്യാർ. തെരഞ്ഞെടുപ്പിനായി മാർഗങ്ങൾ പലതാവിഷ്കരിക്കുമ്പോഴും വോട്ട് തന്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന വർത്തമാനകാലത്തിലെ പഴയ തലമുറയുടെ പ്രതീകമാണിവർ. കാർത്തിക നെല്ലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. പഴയകാല തിരഞ്ഞെടുപ്പിനെ പറ്റി ഓർമ്മിക്കുകയാണ് തന്റെ 87ാം വയസ്സിൽ ജാനകി പണിക്കത്യാർ. കല്യാണം കഴിഞ്ഞ് ഭർത്താവായ CR പണിക്കരോടൊപ്പം തന്റെ 22ാം വയസ്സിൽ ആദ്യം വോട്ട് രേഖപ്പെടുത്താൻ പോയതും സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ് ഇവർ. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ വോട്ട് ചെയ്യാൻ പോയത് ഒരു 22-23 വയസ്സാകുമ്പോഴാണ് പോയത്. കാലം ഇത്ര കഴിഞ്ഞിട്ടും കന്നി വോട്ട് ചെയ്യുവാൻ പോകുന്ന വ്യക്തിയുടെ മനോഭാവത്തോടുകൂടി തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ 18ന്റെ ചുറുചുറുക്കോടെ കാത്തിരിക്കുകയാണ് ഇവർ. 40 വർഷമായി വോട്ട് ചെയ്യാൻ പോയിട്ട്. അന്ന് തൊട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യാൻ ഇഷ്ടമാണ്. കാത്തിരിക്കുകയാണ്. 16-ാം തീയതി ആവാൻ കാത്തിരിക്കുകയാണ്. വോട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. യുവജനതയെ വോട്ട് ചെയ്യിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥികൾ പല മാർഗങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും ഏതു വിധേനയും തന്റെ അവകാശം രേഖപ്പെടുത്താൻ കാത്തിരിക്കുന്ന വർത്തമാന സമൂഹത്തിലെ പഴയ തലമുറയുടെ പ്രതീകമാണ് ഈ അമ്മ. തന്റെ പൗരാവകാശം രേഖപ്പെടുത്തുവാൻ മടിക്കുന്ന ജനവിഭാഗത്തിന് മാതൃകയാവുകയാണ് ജാനകി പണിക്കത്യാർ. കാർത്തിക നെല്ലിക്കോട്, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Chemanur International Jewelers. നമ്മൾ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. മെയ് 16 തിങ്കളാഴ്ച. എല്ലാവരും പോളിംഗ് ബൂത്ത് പോയിട്ട് ഉപേക്ഷ വരുത്താണ്ട് വോട്ട് ചെയ്യണം. വോട്ട് അത് നമ്മളെ അവകാശമാണ്. നമ്മളും വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും വരണം. പായാക്കരുതേ. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സമ്പത്ത് കൊണ്ട് മാത്രം മനുഷ്യന് ശാന്തനും സ്വസ്ഥനുമാകാൻ കഴിയില്ലെന്ന അനുഭവങ്ങളുടെ തിരിച്ചറിവിലാണ് കണ്ടെത്തൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ആത്മീയ പാത സ്വീകരിച്ചതെന്ന് സംവിധായകൻ സുകുമാർ. സിനിമയെ നവ ഹൈന്ദവ ഫാസിസ്റ്റ് സിനിമയാക്കി മുദ്രകുത്തിയതുകൊണ്ട് പ്രദർശനത്തിൽ നിന്നും പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രണാമം ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച കണ്ടെത്തൽ എന്ന സിനിമയെക്കുറിച്ചാണ് ചില പത്രങ്ങളിൽ ഹൈന്ദവ ഫാസിസ്റ്റ് സിനിമയെ ചിത്രീകരിച്ചുകൊണ്ട് ലേഖനം വന്നത്. വിവാദത്തെ സഹിഷ്ണുതയോടെയാണ് സമീപിക്കുന്നതെന്ന് സംവിധായകൻ സുകുമാർ പറഞ്ഞു. സ്വയമുണ്ടായ അന്വേഷണങ്ങളുടെ വെളിച്ചത്തിലാണ് സിനിമയ്ക്ക് വേണ്ടി ആത്മീയ അന്വേഷണങ്ങളുടെ പാത തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർത്തമാനകാലത്തിലെ സങ്കീർണമായ ആൺകുട്ടികളുടെ തിരോധാനമാണ് സിനിമയുടെ ഇതിവൃത്തം. നർത്തകനും നാട്യാചാരനുമായ VP ധനഞ്ജയൻ ആദ്യമായി അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. നവ ഹൈന്ദവ ഫാസിസം എന്ന വിവാദത്തെ ഭയക്കുന്നില്ലെന്നും ജൂൺ 24 തന്നെ സിനിമ പ്രദർശനത്തിനെത്തുമെന്നും സുകുമാർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തി അവരെ കബളിപ്പിക്കുകയാണ് UDF സർക്കാർ എന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ. LDF കരുവശ്ശേരി മേഖലാ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ കരുവശ്ശേരി മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു.
നടക്കാത്ത ഓരോ കാര്യങ്ങളും ഈ രാജ്യത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തി അവരെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് കേരളത്തിലെ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്താ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനമെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ വികസനമെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ജനതയുടെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള അഭിവൃദ്ധിയാണ്. ഇതാ വികസനം. വേറെ ആകാശത്ത് വികസനത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കണം. ഏരിയ കമ്മിറ്റി അംഗം M. വരുൺ ഭാസ്കർ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച രാമനുണ്ണിയെ ചടങ്ങിൽ P. ജയരാജൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം P. ലക്ഷ്മണൻ, ഷാഹിദ കമാൽ, ലോക്കൽ സെക്രട്ടറി K. ഭാർഗവൻ, V. സുധീർ, കൗൺസിലർമാരായ TS. ഷിംജിത്ത്, MM. ലത എന്നിവർ സംസാരിച്ചു. PP. കുട്ടികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി JC കാലിക്കറ്റ് അവതരിപ്പിക്കുന്ന സങ്കല്പ് ക്രാഫ്റ്റ് ആൻഡ് വീവേഴ്സ് എഡിഷൻ 10 എക്സിബിഷന് തുടക്കമായി. CSI ഹാളിൽ ആരംഭിച്ച പ്രദർശനം സംസ്ഥാന വനിതാ കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സങ്കല്പങ്ങൾ പൂർണ്ണതയിലെത്തിക്കുകയാണ് JCI കാലിക്കറ്റ് അവതരിപ്പിക്കുന്ന സങ്കല്പ് ക്രാഫ്റ്റ്സ് ആൻഡ് വേവ്സ് എഡിഷൻ 10 എക്സിബിഷൻ. വൈവിധ്യങ്ങളായ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ശേഖരമായ സങ്കല്പ് പ്രദർശനം സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് വിവിധ ശ്രേണികളിലെ ആഭരണങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ടെറാക്കോട്ട മാലകൾക്ക് 250 മുതൽ 600 രൂപ വരെയും കമ്മലുകൾക്ക് 50 മുതൽ 100 രൂപ വരെയുമാണ് വില. 500 മുതൽ 2000 രൂപ വരെയുള്ള കുർത്തകളും പ്രദർശനത്തിന്റെ ഭാഗമായുണ്ട്. ഇതുകൂടാതെ എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റുകളും ഹാൻഡ്മെയ്ഡ് ബാഗുകളും സങ്കല്പിന്റെ മാറ്റുകൂട്ടുന്നു. ഉപയോഗശൂന്യമായ തുണിത്തരങ്ങൾ ഉപയോഗിച്ചുള്ള ബാഗുകൾ, ഗിഫ്റ്റ് പൗച്ചുകൾ തുടങ്ങിയവ വർണ്ണമനോഹരമായ കാഴ്ചകളാണ്. സ്ത്രീകളെ മുന്നോട്ട് നയിക്കാനും നൂതന സംരംഭങ്ങൾക്ക് തുടക്കമിടാനും പ്രദർശനം സഹായകരമാകുമെന്ന് സങ്കല്പ് ക്രിയേറ്റീവ് വെഞ്ചർ CEO പ്രിയ മേനോൻ പറയുന്നു. 10-40ഓളം സ്റ്റാളുകളിൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 50 ലേഡീസാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ JCI ആയിട്ട് ജോയിൻ്റ്ലി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്ന കാലിക്കറ്റ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വരണം, അത് കാണണം, അവരെ എൻകറേജ് ചെയ്യണം. കാരണം ഇത്രയും ലേഡീസ് പല സ്ഥലങ്ങളായിട്ട് വന്ന് അവരുടെ ടാലൻ്റാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷനും അതുപോലെ ഒരു എൻകറേജ്മെൻറ്റും തീർച്ചയായിട്ടും കൊടുക്കണം എന്ന് ഐ അപ്പീൽ ടു എവരി. നൂതന ഡിസൈനുകളിലുള്ള ജ്വല്ലറി ഓർണമെന്റ്സുകളും പ്രദർശനത്തിൽ ലഭ്യമാണ്. കോട്ടൺ, ഷിഫോൺ തുടങ്ങി സാരികളുടെ വിവിധങ്ങളായ ശേഖരങ്ങളും പ്രിന്റഡ് സാരിയും സങ്കല്പിന്റെ മുഖ്യ ആകർഷണമാണ്. കേരള വനിതാ കമ്മീഷൻ മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തതിൽ അഭിമാനിക്കുന്നു. കാരണം ഇവിടെ ഒരുപാട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരെ സ്വയം പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടാണ് ഈ കോഴിക്കോട് നഗരത്തിൽ CSI ഹാളിൽ വെച്ച് ഇത്രയും നല്ലൊരു എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഡിസൈനുകളിലും വൈവിധ്യമാർന്ന നിറങ്ങളിലുമുള്ള മഡ്ക സിൽക്ക് സാരികളും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പേപ്പർ തുണ്ടുകൾ, കടലാസുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പ്രകൃതിദത്ത പൂക്കൾ, ചോക്ലേറ്റ്, ജാം, അച്ചാറുകൾ, കേക്ക് എന്നിവയും മേളയിലുണ്ട്. പുരാണ കഥാപാത്രങ്ങളെ ക്യാൻവാസിലാക്കിയ പെയിന്റിങ്ങുകളാണ് പ്രദർശനത്തിന്റെ ഏറെ മനോഹരമാക്കുന്നത്. പ്രദർശനം 13-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോടിന്റെ വ്യവസായ തലസ്ഥാനത്ത് ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഫറോക്ക് ഉൾപ്പെടുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ സീറ്റ് നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും NDAയും രംഗത്തുണ്ട്. ഫ്ലാഷ് മോബും റോഡ് ഷോയും വീട് കയറിയിറങ്ങലും കുടുംബയോഗങ്ങളും സൗഹൃദ സംഗമങ്ങളുമായി ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ പ്രചരണം തകർക്കുകയാണ്. മുൻ MLAയും കോഴിക്കോട് കോർപ്പറേഷൻ മേയറുമായ VKC മുഹമ്മദ് കോയയാണ് LDFിന് വേണ്ടി ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മണ്ഡലത്തിന്റെ മുക്കുമൂലയും വരെ സുപരിചിതമാണ് VKCക്ക്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത ഏറെയെന്നും VKC പറയുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വൻ ജനപങ്കാളിത്തമാണ് ഉള്ളത്. വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളിലും വ്യവസായശാലകളിലും നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് VKC. കഴിഞ്ഞ തവണ 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ആദം ഉൽസിക്ക് മണ്ഡലം കൈവിട്ടുപോയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ആത്മവിശ്വാസം കൈവിടാതെ പ്രചരണ രംഗത്തെ സജീവമായിരുന്നു ആദം ഉൽസി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. മുതിർന്ന നേതാക്കന്മാർ വരെ പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു ആദം ഉൽസിയുടെ പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത്. ആ ആവേശത്തിൽ തന്നെയാണ് അണികളും. അതുകൊണ്ട് തന്നെ ജനം ഇത്തവണ തന്നെ കൈവിടില്ലെന്ന ശുഭപ്രതീക്ഷയിലാണ് ആദം ഉൽസി. ബൂത്ത് മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാണ്. കുടുംബയോഗങ്ങളിലും സൗഹൃദ സംഗമങ്ങളിലും പരമാവധി നേരിട്ടെത്താൻ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നാണ് UDF നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ.
കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു വോട്ടഭ്യർത്ഥിക്കുന്നത്. ഇരുമുന്നണികൾക്കും താക്കീതായി ചരിത്രം മാറ്റിയെഴുതപ്പെടുമെന്ന് പ്രകാശ് ബാബു പറയുന്നു. ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഇത്തവണ പ്രചരണ രംഗത്ത് ഇറങ്ങിയത് അണികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പ്രചരണത്തിലും വ്യത്യസ്തത പുലർത്താൻ NDA നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പേർ അണിനിരുന്ന ബൈക്ക് റാലി, സോഷ്യൽ മീഡിയ, ഗൃഹസമ്പർക്കം എന്നിവയെല്ലാം ചിലത് മാത്രം. മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്റെ ഒപ്പമാണെന്നും ആ വിശ്വാസം വിജയത്തിലെത്തിക്കുമെന്നും പ്രകാശ് ബാബു പറയുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ 3 വാർഡുകൾ BJP സ്വന്തമാക്കിയിരുന്നു. NDAയിലെ പുതിയ ഘടകകക്ഷിയായ BDJSന്റെ പിന്തുണയിലും ഇവർക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതെ മുന്നേറാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ നേതൃത്വവും. ക്യാമറമാൻ ഷാജിക്കൊപ്പം സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ജിഷയുടെ കൊലപാതകത്തെ തുടർന്ന് നഗരമെങ്ങും പ്രതിഷേധക്കാർ രംഗത്ത്. ദിവസങ്ങൾ കടന്നിട്ടും പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് അനാസ്ഥ തുടരുന്നതിൽ പ്രതിഷേധിച്ച് റെസിഡൻസ് അസോസിയേഷനുകളും രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് തടപ്പറമ്പ് കോട്ടക്കുറന്ന് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെല്ലിക്കോട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വായമൂടിക്കെട്ടി പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. തൊണ്ടയാട് ബൈപ്പാസ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം തടപ്പറമ്പ് കോട്ടക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PM ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി TT വിജയൻ, CK സുധീഷ്, ദിജിൽ TP, ഷീന സന്തോഷ് എന്നിവർ സംസാരിച്ചു. ജിഷയുടെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോവൂരിലെ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ ഡെപ്യൂട്ടി മേയർ മീര ദർശകന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് വായമൂടിക്കെട്ടി പ്രകടനം നടത്തി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹനുമാൻ സേനയും AIADMKയും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഹനുമാൻ സേന ഭാരവാഹികൾ. ഇലക്ഷൻ കഴിയുന്നതോടെ AIADMKയുടെ പ്രവർത്തനം കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ ഇടത് വലത് മുന്നണിയും മൂന്നാം മുന്നണിയും നടത്തുന്ന വടംവലിക്കിടയിലേക്ക് AIADMKയും കേരള അസംബ്ലി ഇലക്ഷനിൽ ഇടുക്കിയിൽ 3, പാലക്കാട് ജില്ലയിൽ 3, തിരുവനന്തപുരത്ത് 1 ആകെ 7 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും AIADMKയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുവാൻ ക്ഷണം ലഭിച്ചതനുസരിച്ച് ഇലക്ഷൻ സമയത്ത് സഹകരണവും ഇലക്ഷന് ശേഷം സഖ്യവും ആകണമെന്ന് തീരുമാനിച്ചതായി ഹനുമാൻ സേന ഭാരവാഹികൾ പറഞ്ഞു. ഇലക്ഷൻ കഴിയുന്നതോടൊപ്പം AIADMKയുടെ പ്രവർത്തനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കും. ഹനുമാൻ സേനയുടെ യൂണിറ്റുകളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ നടപടികൾ ആരംഭിക്കുമെന്നും ഹനുമാൻ സേന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബിഹാൻസ് പോർട്ട്ഫോളിയോ റിവ്യൂസ് മെയ് 14 3 മണി മുതൽ 6 മണി വരെ കോപ്പർഫോളിയോ ഹോട്ടലിൽ നടക്കും. സമാന ചിന്താഗതിയുള്ള ഗ്രാഫിക് ഡിസൈനർമാർക്ക് ഒത്തുചേർന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമാണ് പോർട്ട്ഫോളിയോ റിവ്യൂസിലൂടെ ബിഹാൻസ് ഒരുക്കുന്നത്. പരിപാടിയിൽ റിഡിഫ്യൂഷൻ ക്രിയേറ്റീവ് ഹെഡ് ശ്രീജിത്ത് കോടത്ത് മുഖ്യപ്രഭാഷണം നടത്തും. സിനിമാ പരസ്യമേഖലയിലെ പ്രശസ്തർ സംബന്ധിക്കും. ജ്വല്ലറി പഠന മേഖലയിൽ കേരളത്തിലെ ആദ്യ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയിൽ ഏറെ തൊഴിൽ സാധ്യതകളുള്ള ആഭരണ ഡിസൈൻ, ആഭരണ നിർമ്മാണം, ജ്വല്ലറി മാനേജ്മെന്റ്, ജമോളജി എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായി സാരഥികൾ പറഞ്ഞു. കോഴ്സുകൾ പൂർത്തീകരിക്കുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വൻ അട്ടിമറിയെന്ന് UDF. LDF ആരോപണം പരാജയം മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെന്നും നേതാക്കൾ. BJP 5 വർഷം ഭരിച്ചാൽ ഇന്ത്യയാകെ സൊമാലിയയാകുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. BJPക്ക് UDFുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറക്കാമെന്നും പരിഹാസം. ദളിതരെ അപമാനിക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന പ്രവണത രാഷ്ട്രീയ പാർട്ടികൾ അവസാനിപ്പിക്കണമെന്ന് AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.